നമസ്കാരം. അറിയാതെ പൊളിച്ചതാണെന്ന് പറഞ്ഞത്. അതിനാദ്യം മറുപടി പറയും. അറിയാതെ പൊളിച്ചാണ് സുരേഷ് സാർ പറഞ്ഞത്. കലക്ടറേറ്റ് ഞങ്ങൾ നേരിട്ട് പോയതാണ്. ഇത് എന്താണെന്ന് മനസ്സിലായോ? 11 മാസത്തിന് മുമ്പ് കേരളത്തിൽ തന്നെ ഒരു സംഭവം നടന്നിരുന്നു. ഇന്നിപ്പോൾ നമ്മുടെ മലയാള മാപ്രകളെല്ലാം വലിയ വാർത്തയാക്കിയ കർണാടകയിലെ ബംഗളൂരിൽ നടന്ന അതേ കാര്യം തന്നെയാണ് കേരളത്തിൽ നടന്നത്. ഇവിടെ മലപ്പുറത്ത് കോട്ടയ്ക്കൽ എന്ന സ്ഥലത്ത് ദേശീയപാതയുടെ ഓരത്ത് അനധികൃതമായിട്ട് കെട്ടിപ്പൊക്കിയ കടകളും മറ്റുമൊക്കെ ബുൾഡോസർ ചെയ്തു. ആ ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് കർണാടകയിലോ ഉത്തർപ്രദേശിലോ ഗുജറാത്തിലോ നടന്നതല്ല, കേരളത്തിൽ നടന്നതാണ്. കളക്ടറുടെ ഉത്തരവ് പ്രകാരമാണ് അത് ചെയ്തത്. തീർച്ചയായിട്ടും പിണറായി വിജയൻ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അത് ചെയ്തത്, അല്ലാതെ അത് നടക്കില്ലല്ലോ. അവർ അവിടെ എതിർക്കുന്നതും മറ്റുമൊക്കെ ഉണ്ട്, നോട്ടീസൊക്കെ കൊടുത്തിട്ട് നിയമപ്രകാരം തന്നെയാണ് അത് ചെയ്തത്. എന്നിട്ടും ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരൊറ്റ മാധ്യമങ്ങൾ പോലും ഇത് വാർത്തയാക്കിയില്ല. വാർത്തയാക്കിയിരുന്നെങ്കിൽ ജനങ്ങൾ സത്യം അറിയുമായിരുന്നു. അങ്ങനെ ജനങ്ങൾ സത്യം അറിഞ്ഞാൽ ഇപ്പോൾ ഈ കർണാടകയിൽ എന്തിനാണ് എ റഹീമും അതേപോലെ തന്നെ KT ജലീലും മുസ്ലിം ലീഗിൻ്റെ നേതാക്കളൊക്കെ പോയി അലമ്പുണ്ടാക്കുന്നത് എന്ന് അവർ ചോദിച്ചേനെ. അങ്ങനെ ഭാവിയിൽ ചോദ്യം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് അന്ന് മാപ്രകൾ ഇത് വാർത്തയാക്കാഞ്ഞത്. അന്ന് വാർത്തയാക്കിയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും പിണറായി വിജയൻ വന്നൊരു പത്രസമ്മേളനം നടത്തുകയും അദ്ദേഹം അതിൽ സത്യം വിളിച്ചു പറയും. കാരണം എന്താ, ദേശീയപാത എന്നത് നമുക്കറിയാം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയാണ്. പക്ഷേ അതിനുള്ള സ്ഥലം ഏറ്റെടുത്ത് കൊടുക്കേണ്ടത് സംസ്ഥാനങ്ങളാണ്. അപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ ഉത്തരവാദിത്വമാണ്. അപ്പോൾ അതിന് തടസ്സമായിട്ട് നിൽക്കുന്ന സംഗതികളെല്ലാം മാറ്റിക്കൊടുക്കണം. അപ്പോൾ അവിടെ അനധികൃതമായിട്ട് കെട്ടിപ്പൊക്കിയിരുന്ന കടകളും മറ്റുമൊക്കെ മാറ്റിക്കൊടുക്കേണ്ട ചുമതല പിണറായി സർക്കാരിനാണ്. അവരത് നല്ല വൃത്തിയായിട്ട് ചെയ്തു. അതിപ്പോൾ ഏതെങ്കിലും ആളുകൾ അത് വിവാദമാക്കിയിരുന്നു എന്ന് വെക്കുക. ഇത് തന്നെ അവിടെയുള്ളൊരു പ്രാദേശിക ചാനൽ മാത്രമാണ് ഇത് കൊടുത്തിരുന്നത്. ഇവിടുത്തെ ഉള്ള മുഖ്യധാര മാധ്യമങ്ങളൊന്നും ഇത് തൊട്ടില്ല. തൊട്ടാലുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. അതൊരു വിവാദമായാൽ പിണറായി വിജയൻ തീർച്ചയായിട്ടും മാധ്യമങ്ങളെ കാണുമ്പോൾ പറയും, അവർ അനധികൃതമായിട്ടാണ് അത് കയ്യേറി അവിടെ ഇതുപോലെ കടകൾ കെട്ടിയിരുന്നത്, അത് പൊളിക്കാൻ നോട്ടീസ് കൊടുത്തു, അവർ മാറിയില്ല, അതുകൊണ്ടാണ് പൊളിച്ചത്. അവിടെ അത് തീരും. അവിടെ ആരും അതിനെ എതിർത്തുകൊണ്ട് വരില്ല. കാരണം നമ്മുടെ കണ്ണുമുന്നിലാണല്ലോ ഈ സംഭവം. കുറഞ്ഞ പക്ഷം അവിടെയുള്ളവർക്ക് സത്യം അറിയാമല്ലോ. അങ്ങനെ കേരളം മുഴുവൻ ആ സത്യം അറിയും. അങ്ങനെ കേരളം മുഴുവൻ ആ സത്യം അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും ഇവിടെ ഇരുന്നുകൊണ്ട് ഉത്തർപ്രദേശ് യോഗിക്കെതിരെ നമുക്ക് സംസാരിക്കാൻ പറ്റില്ല, കർണാടകയിൽ സിദ്ധരാമയ്യർക്കെതിരെ നമുക്ക് സംസാരിക്കാൻ പറ്റില്ല. കാരണം ഇവിടെ നടന്ന അതേ കാര്യമാണ് അവിടെ നടക്കുന്നത്. അങ്ങനെ ആളുകൾ ഭാവിയിൽ ചോദ്യം ചോദിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വാർത്ത മുക്കിയത്. ഇനി നിങ്ങൾ പറ, ഇത് ഉത്തർപ്രദേശിൽ മാത്രമാണോ നടന്നത്? ഇത് കർണാടകയിൽ മാത്രമാണോ നടന്നത്? നമ്മുടെ കേരളത്തിൽ നടന്നില്ലേ? എന്നിട്ട് എന്തുകൊണ്ട് കേരളത്തിൽ അത് വാർത്തയാക്കിയില്ല? പൊതിഞ്ഞു പിടിച്ചു, മൂടി വെച്ചു. കർണാടകയിൽ നടക്കുന്നതും നിയമപ്രകാരം തന്നെയാണ് സർക്കാർ ചെയ്യുന്നത്. സർക്കാരിൻ്റെ ഭൂമി അവിടെ അനധികൃതമായി കയ്യേറിയവരെയാണ് അവർ ഒഴിപ്പിക്കുന്നത്. അത് പറ്റില്ല എന്ന് പറയാൻ കേരളത്തിൽ നിന്നൊരു നേതാവിന് എന്ത് യോഗ്യതയാണുള്ളത്? അവരാരെങ്കിലും ഇതിനു മുമ്പ് പിണറായിക്കെതിരെ പറഞ്ഞിരുന്നോ? ഇല്ലല്ലോ. പറഞ്ഞാൽ വിലപ്പോവുമായിരുന്നോ? ഇല്ലല്ലോ. പിന്നെ അങ്ങനെയുള്ളവർ എന്തിനാണ് അവിടെ പോയി പറയുന്നത്? ഇതാണ് വളരെ കാതലായിട്ടുള്ള ചോദ്യം. ഇത് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനത്തും നടക്കുന്ന കാര്യമാണ്. പക്ഷേ ഇവിടെ നടക്കുമ്പോൾ ഇവിടെ അത് വാർത്ത പോലും ആവുന്നില്ല. വാർത്തയാവാത്തതിൻ്റെ കാരണം ചില വാർത്തകൾ അവർ തമസ്കരിക്കാനുള്ള കാരണം അത് അങ്ങ് തമസ്കരിച്ചാൽ ഭാവിയിൽ അതിൻ്റെ 10 ഇരട്ടി വേറെ വാർത്ത കിട്ടും അവർക്ക്. അതുകൊണ്ടാണ് ഇത് മൂടി വെക്കുന്നത്. മറിച്ച് അത് അന്നേ വാർത്തയാക്കിയിരുന്നെങ്കിൽ കർണാടകയിൽ ഇതുപോലൊരു കാര്യം നടക്കുമ്പോൾ മലയാളിക്ക് മനസ്സിലാവും, നമ്മുടെ നാട്ടിലും ചെയ്തല്ലോ, അതുപോലെ തന്നെ അവിടെ ചെയ്യുന്നതാണ് എന്ന് അതിന് പിന്നെ വലിയ വാർത്താ പ്രാധാന്യം കിട്ടില്ല. അതുകൊണ്ടാണ് മുക്കിയത്. ഇപ്പോൾ കാര്യം മനസ്സിലായോ? അപ്പോൾ എ റഹീം എന്ന നാണംകെട്ട രാജ്യസഭാ MP യോടും KT ജലീലിനോടും മറ്റു മുസ്ലിം ലീഗിൻ്റെ നേതാക്കളോടും പറയാനുള്ള ഒറ്റ കാര്യമേ ഉള്ളൂ. നിങ്ങൾക്ക് വലിയ മേധാവിത്വമുള്ള മലപ്പുറം ജില്ലയിലെ കോട്ടക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇതുപോലെ ബുൾഡോസർ രാജ് നടത്തിയിട്ടും അണ്ണാക്കിൽ പിരിയും വെട്ടി കിളി പോയി നിന്ന നിങ്ങൾ പ്രതികരിച്ചില്ല എങ്കിൽ തൊട്ടയൽ സംസ്ഥാനമായ കർണാടകയിലും പോയി നിങ്ങൾ കുത്തിത്തിരിപ്പുണ്ടാക്കേണ്ട കാര്യമില്ല. അവിടെ വീട് നഷ്ടപ്പെട്ടത് സമാധാന മതസ്ഥരായ നിങ്ങളുടെ കൂട്ടരായതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത്ര നൊന്നതെങ്കിൽ അതേ കൂട്ടർ തന്നെയായിരുന്നു കേരളത്തിലും കടകൾ നഷ്ടപ്പെട്ടത്, അനധികൃതമായിട്ട് കടന്നു കയറിയതാണ്. അപ്പോൾ നിങ്ങൾ മിണ്ടിയില്ല എങ്കിൽ ഇപ്പോഴും നിങ്ങൾക്ക് മിണ്ടാനുള്ള യാതൊരു അടിസ്ഥാന യോഗ്യതയുമില്ല. കുറച്ച് പേരെയൊക്കെ കുറച്ച് കാലം പറ്റിക്കാൻ പറ്റും, എല്ലാവരെയും എല്ലാ കാലത്തും പറ്റിക്കാൻ പറ്റില്ല എന്ന സത്യമെങ്കിലും നിങ്ങൾ മനസ്സിലാക്കുക. ഈ പ്രഹസനമൊക്കെ നിർത്തുക. ഇത്രയേ എനിക്ക് പറയാനുള്ളൂ.